ദൈവത്തിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ പഠന വിഷയം എന്നുള്ളത് പത്രോസിൻ്റെ ഒന്നാം ലേഖനമാണ്. ഇന്നും നാളെയും പത്രോസിൻ്റെ ഒന്നാം ലേഖനം പഠിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. എല്ലാവരും വേദപുസ്തകം കൂടെ ഒന്ന് തുറക്കണം എന്ന് താല്പര്യപ്പെടുകയാണ്. ദൈവത്തിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പത്രോസിൻ്റെ ലേഖനത്തെ പൊതുവായി അറിയപ്പെടുന്ന പേര് ജീവനുള്ള പ്രത്യാശയുടെ ലേഖനമെന്നാണ്. ഇതിനകത്ത് ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് ഒരു പ്രത്യാശ അവരുടെ ജീവിതത്തിലുണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ്. ഇതിൻ്റെ എഴുത്തുകാരൻ അപ്പോസ്തലനായ പത്രോസാണ്. യേശു കർത്താവിൻ്റെ അടുക്കൽ വരുന്നതിന് മുമ്പുള്ള ചരിത്രം തിരുവചനത്തിൽ വ്യക്തമല്ല. മീൻപിടുത്തമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. യേശുവിൻ്റെ അടുക്കൽ വന്നത് മുതൽ തൻ്റെ ജീവിതത്തിൽ വലിയ പരിവർത്തനമുണ്ടായി. ഗലീലയിലെ ബെത്സയിദക്കാരനായിരുന്നു പത്രോസ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 44-ാം വാക്യത്തിൽ അക്കാര്യം വിശദമാക്കുന്നുണ്ട്. പത്രോസും തൻ്റെ സഹോദരനായ അന്ത്രയോസും യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരായിരുന്നു. അന്ത്രയോസ് യേശുവിനെ കുറിച്ച് മനസ്സിലാക്കിയ ശേഷം പത്രോസിനെ യേശുവിൻ്റെ അടുക്കൽ വിളിച്ചുകൊണ്ടുവരികയാണ്. അന്ത്രയോസിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിഞ്ഞുകൂടാ എങ്കിലും അന്ത്രയോസ് ചെയ്തൊരു വലിയ പ്രവൃത്തിയാണ് തൻ്റെ സഹോദരനെ കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത്. അതുകൊണ്ട് ആ സഹോദരൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമനായിട്ട് തന്നെ പത്രോസിനെ കാണാനായിട്ട് സാധിക്കും. നമുക്കും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്താ, മറ്റാരെയെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളത്. ആ വാക്യം വേണമെങ്കിൽ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 44-ാമത്തെ വാക്യം. അതുപോലെ 1-ാം അധ്യായത്തിന്റെ 36 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിലും അക്കാര്യം കർത്താവിൻ്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന കാര്യം അവിടെ പ്രസ്താവിക്കുന്നു. അന്ത്രയോസ് പത്രോസിനെ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. കർത്താവ് അവന് ശീമോൻ എന്നുള്ള പേരിന് പകരം പത്രോസ് അഥവാ കേഫ എന്ന പേര് കൊടുത്തു. അപ്പം ശീമോൻ എന്നായിരുന്നു ആദ്യം പേര്. പിന്നീട് കർത്താവാണ് അവന് കേഫ, അതിന് പത്രോസ് എന്ന് അർത്ഥം കൊടുത്തു. പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് 10-ാം അധ്യായം അതിൻ്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ശിഷ്യന്മാരെ കർത്താവ് തിരഞ്ഞെടുക്കുന്നതായിട്ട് വായിക്കുന്നുണ്ട്. അവിടെ ഒന്നാമനായിട്ട് നമുക്കാരെ പത്രോസിനെയാണ് കാണാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത്. ഈ പത്രോസ് ഈ ലേഖനം എഴുതുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് എന്ന് നമുക്ക് അതിൻ്റെ പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ വാക്യം ഒന്ന് വായിക്കാം. പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശദീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാരായവർ എഴുതുന്നു. അപ്പോൾ ഈ പത്രോസിന്റെ ലേഖനത്തിന്റെ വായനക്കാരാരാണെന്നുള്ള വിവരമാണ് നമ്മൾ ഈ 1-2 വാക്യങ്ങളിൽ വായിച്ചത്. ഇവിടെ മെഡിറ്ററേനിയൻ കടലിൻ്റെ ആ ചുറ്റുപാടുമുള്ള ഭാഗങ്ങളിലുള്ള സ്ഥലങ്ങളാണ് ഇപ്പം നമ്മൾ വായിച്ച് കേട്ടതായ സ്ഥലം. ഇന്ന് ആധുനികമായിട്ട് അത് തുർക്കിയുടെ സമീപത്ത് ഉള്ള സ്ഥലങ്ങളാണ്. പത്രോസിന്റെ ലേഖനത്തിന്റെ വായനക്കാരായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പെന്തോസ്, ഗലാത്യ, കപ്പദോക്യ, ആസ്യ, ബിദുന്യ, അതുപോലെ ചിതറിപ്പാർക്കുന്ന പരദേശികൾ. ഈ പത്രോസിന്റെ ലേഖനം എഴുതുന്ന ആ കാലഘട്ടത്തിൽ റോമൻ ഭരണാധികാരികളിൽ നിന്ന് ക്രിസ്തീയ സഭയ്ക്ക് വളരെയധികം പ്രതികൂലങ്ങളുണ്ടായി.
പീഡകളുണ്ടായി. ആ സമയത്ത് ഇവർ ഇവിടെയൊക്കെ ചിതറി പാർക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ ഈ പീഡകളുടെ നടുവിൽ തളർന്നു പോകാതിരിക്കാൻ അവരെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് പത്രോസ്ലീഹ ഈ ലേഖനം അവർക്ക് എഴുതുന്നത്. അത് ഇന്നും നമുക്കത് പ്രായോഗികമാണ്. കാരണം നമ്മളും പ്രതികൂലങ്ങളുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ നടുവിലാണ് ജീവിക്കുന്നത്. പ്രത്യേകമായി പലയിടങ്ങളിലും പോയി സുവിശേഷം പറയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. എന്നാൽ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും ഒക്കെ തരണം ചെയ്യുവാൻ ഈ ലേഖന പഠനം നമ്മെ സഹായിക്കും എന്നുള്ളതിന് രണ്ടു പക്ഷമില്ല. അതുകൊണ്ട് ഈ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ഒന്നും തന്നെ ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്ന്, പ്രത്യാശയിൽ നിന്ന് നമ്മെ ഒരിക്കലും താഴ്ത്തിക്കളയില്ല, നിരാശപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞ് നമ്മെ ധൈര്യപ്പെടുത്തുന്ന ഒരു ലേഖനമായിട്ടാണ് നമുക്കിത് കാണുവാനായിട്ട് സാധിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്ഥലവും കാലവും എന്നുള്ളതാണ്. ഇതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ ബാബിലോണിലെ സഭ നിങ്ങൾക്ക് വന്ദനം ചെല്ലുന്നു എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ബാബിലോണിൽ വെച്ച് എഴുതി എന്ന് വിചാരിക്കുന്നവരുണ്ട്. ബാബിലോൺ എന്ന് പറയുന്നത് ഇറാഖിന്റെ തലസ്ഥാനമാണ്. എന്നാൽ ഇവിടെ ഈ ബാബിലോണിലെ സഭ നിങ്ങൾക്ക് വന്ദനം ചെല്ലുന്നു എന്ന് പറയുന്നത് അതൊരു ആലങ്കാരിക ഭാഷയിൽ എഴുതിയിരിക്കുന്നു എന്നാണ് വേദപണ്ഡിതാക്കളുടെ അഭിപ്രായം. ഈ സമയത്ത് പത്രോസ് ഉണ്ടായിരുന്ന റോമിലാണ്. റോമിൻ്റെ ആ ദുർമാർഗവും അതുപോലെ വിഗ്രഹാരാധനയും ഒക്കെ വളരെ അതിൻ്റെ ഉച്ചകോടിയിലായിരുന്ന ഒരവസ്ഥയാണത്. അപ്പോൾ ബൈബിളിൽ ബാബിലോൺ എന്ന പദം ഉദ്ദേശിക്കുന്നത് ഒരു ദുഷ്ടതയുടെ, മ്ലേച്ഛതയുടെ ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നില്ലേ, മഹദിയ ബാബിലോൺ, മ്ലേച്ഛതകളുടെ മാതാവ് എന്നൊക്കെ നമ്മൾ വായിക്കുന്നില്ലേ. അതുപോലെ ആ ബാബിലോൺ എന്ന പദം ഈ റോമിനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ് എന്നാണ് പൊതുവെ വേദപണ്ഡിതാക്കളുടെ അഭിപ്രായം. കാരണം പത്രോസ് ഇറാഖിൽ പോയിട്ടില്ല. ഇറാഖ് എന്ന് പറഞ്ഞ ഈ പറയുന്ന സ്ഥാനത്ത് നിന്ന്, അല്ലെങ്കിൽ എരുശലേമിൽ നിന്ന് വളരെയധികം അകലെയുള്ള ഒരു സ്ഥാനമാണ്. നിങ്ങളത് വേൾഡ് മാപ്പൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എനിവേ, എന്തായാലും പത്രോസ് ആയിരുന്ന സ്ഥാനത്ത് നിന്ന് ഒരു ലേഖനം ചിതറിപ്പാർക്കുന്ന ഈ വിശ്വാസികൾക്ക് എഴുതി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ലേഖനം എഴുതിയതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് കഷ്ടം അനുഭവിക്കുന്ന വിശ്വാസികളെ ധൈര്യപ്പെടുത്തുക, ആശ്വസിപ്പിക്കുക. അതുപോലെ തന്നെ വേർപാടും വിശുദ്ധിയും ഇല്ലാതെ പോകുന്ന വിശ്വാസികളെ ആ വിശ്വാസത്തിലേക്ക്, മാതൃകയുള്ള ക്രിസ്തീയ ജീവിതത്തിലേക്ക് നയിക്കുവാൻ പ്രേരിപ്പിക്കുക. അതുപോലെ തന്നെ തെറ്റായ ആത്മീയ നേതൃത്വം നൽകുന്ന മൂപ്പന്മാരെ ശരിയായ പാതയിലേക്ക് നയിക്കുക. ഇതാണ് ഈ ലേഖനത്തിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒന്നുകൂടെ പറയാം, കഷ്ടം അനുഭവിക്കുന്ന വിശ്വാസികളെ ധൈര്യപ്പെടുത്തുക, ആശ്വസിപ്പിക്കുക. വേർപാടും വിശുദ്ധിയും ഇല്ലാതെ പോകുന്ന വിശ്വാസികളെയും തെറ്റായ ആത്മീയ നേതൃത്വം കൊടുക്കുന്ന സഭാ മൂപ്പന്മാരെയും തിരുത്തി ദൈവവചനത്തിലേക്ക് മടക്കിക്കൊണ്ടുവരിക. ഇതാണ് ഈ ലേഖനത്തിൻ്റെ ഉദ്ദേശം എന്നുള്ളത്. അതുപോലെ ഇത് AD 65 ഈ ലേഖനം എഴുതപ്പെട്ടത് എന്ന് പൊതുവായി എല്ലാവരും വിശ്വസിക്കുന്നു. AD 65. ഇതില് പല ആവർത്തി പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ് കഷ്ടത എന്നുള്ളത്. അതുകൊണ്ട് ഈ ലേഖനത്തിന്റെ താക്കോൽ വാക്ക് കഷ്ടത എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പരീക്ഷയ്ക്ക് ചിലപ്പം അങ്ങനെ ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. എന്താ ഈ ലേഖനത്തിന്റെ താക്കോൽ വാക്ക് ഏത് എന്ന് ചോദിച്ചാൽ കഷ്ടത എന്ന വാക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഈ ലേഖനത്തിലെ പ്രത്യേകതകൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് കഷ്ടതയുടെ നടുവിലുള്ള പ്രത്യാശ എന്നുള്ളതാണ്. പ്രതിസന്ധികളുടെ നടുവിൽ, കഷ്ടതകളുടെ നടുവിൽ പ്രത്യാശയുള്ളവരായി വിശ്വാസികൾ ജീവിക്കുക എന്നുള്ളതാണ് ഈ ലേഖനത്തിന്റെ പ്രത്യേകത. അപ്പോഴേ ഇതിന്റെ ചില വാക്യങ്ങളിൽ ആ കാര്യം, കഷ്ടതയെക്കുറിച്ചുള്ള കാര്യം പറയുന്നുണ്ട്. ആ വാക്യങ്ങൾ നിങ്ങൾ കുറിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും.
കഷ്ടത ദൈവഹിതത്തിൽപ്പെട്ട കാര്യമാണ്. 4-ാം അധ്യായം 19-ാം വാക്യത്തിൽ അത് കാണുന്നു. കഷ്ടത അനുഭവിച്ച ക്രിസ്തുവിന്റെ മാതൃകയാണ് വിശ്വാസികൾക്കുള്ളത്. അതുകൊണ്ട് കഷ്ടത അനുഭവിച്ച കർത്താവിനെ നാം പിന്തുടരണം. അത് 2-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ അത് വായിക്കുന്നു. അതുപോലെ കഷ്ടതയിൽ വിശ്വാസികൾ ഭയപ്പെടരുത്. കഷ്ടത, പ്രതികൂലങ്ങൾ വരുമ്പോൾ വിശ്വാസികൾ ഭയപ്പെടാതെ ജീവിക്കണം എന്നാണ് 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ വായിക്കുന്നത്. നീതി നിമിത്തവും നന്മ ചെയ്തിട്ടും കഷ്ടം അനുഭവിക്കണം. അല്ലാതെ എന്തെങ്കിലും തെറ്റായ നടപടികൾ ചെയ്തിട്ട് കഷ്ടം അനുഭവിക്കുകയല്ല, തിന്മ ചെയ്തിട്ട് കഷ്ടം അനുഭവിക്കുകയല്ല. പിന്നെയോ നീതി നിമിത്തവും നന്മ ചെയ്തിട്ടും കഷ്ടം അനുഭവിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്ത ഞാൻ നല്ല കാര്യം വലിയോ ചെയ്തു, എന്തുകൊണ്ട് ഈ കഷ്ടത എന്ന് പറയുന്നത് അത് ദൈവം നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന കാര്യമായിട്ടാണ് 3-ാം അധ്യായം 14-ാം വാക്യത്തിലും 17-ാം വാക്യത്തിലും കാണുന്നു. പിന്നീട് നമ്മൾ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം, കഷ്ടത സന്തോഷത്തോടു കൂടെ അനുഭവിക്കണം. 4-ാം അധ്യായം 13-ാമത്തെ വാക്യം. 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ക്രിസ്ത്യാനിയായി കഷ്ടം സഹിക്കണം. 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് കഷ്ടത മറ്റുള്ളവരും അനുഭവിക്കുന്നു എന്നറിയണം. നമ്മൾ മാത്രമല്ല, മറ്റുള്ളവരും കഷ്ടത അനുഭവിക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ 1-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങളിൽ നോക്കുമ്പോൾ കഷ്ടതയ്ക്ക് ഒരു ഫലമുണ്ട് എന്ന് 1-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം കഷ്ടതയോടുള്ള ബന്ധത്തിൽ പറഞ്ഞ ചില വാക്യങ്ങൾ ഈ ലേഖനത്തിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് നാം ഏതൊക്കെ കാര്യത്തിലാണ് കഷ്ടത അനുഭവിക്കുന്നത് അല്ലെങ്കിൽ കഷ്ടത നമുക്ക് വരാൻ സാധ്യതയുള്ളത് എന്ന് ആണ് നമ്മളിപ്പോൾ വായിച്ചത്. ഞാൻ ഒന്നുകൂടെ പറയാം. കഷ്ടത ദൈവഹിതത്തിൽപ്പെട്ട കാര്യമാണ്. 4-ാം അധ്യായം 19-ാം വാക്യം. കഷ്ടത അനുഭവിക്കുന്ന ക്രിസ്തുവിന്റെ മാതൃകയാണ് നാം പിന്തുടരേണ്ടത്. അത് 2-ാം അധ്യായം 21-ാം വാക്യം. കഷ്ടതയിൽ വിശ്വാസികൾ ഭയപ്പെടരുത്. 3-ാം അധ്യായം 14-ാം വാക്യം. നീതി നിമിത്തവും നന്മ ചെയ്തിട്ടും കഷ്ടം അനുഭവിക്കണം. 3-ാം അധ്യായം 14-17 വാക്യങ്ങൾ. കഷ്ടത സന്തോഷത്തോടു കൂടി അനുഭവിക്കണം. അത് 4-ാം അധ്യായം 3-ാമത്തെ വാക്യം. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കുന്നതിൽ സന്തോഷിക്കണം. 4-16. കഷ്ടത മറ്റുള്ളവരും അനുഭവിക്കുന്നു എന്നറിയണം. 5-1. കഷ്ടതയ്ക്ക് ഒരു ഫലമുണ്ട്. 1-6-7 വാക്യങ്ങൾ. അപ്പോൾ ഈ ലേഖനത്തിൽ കഷ്ടതയെക്കുറിച്ച് നമ്മെ ചൂണ്ടിക്കാണിക്കുന്നെങ്കിലും കഷ്ടതയുടെ നടുവിൽ ഒരു പ്രത്യാശ ഉണ്ട് എന്ന് തന്നെ പറഞ്ഞ് നമ്മെ ധൈര്യപ്പെടുത്തുകയാണ് ഈ ലേഖനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി ഈ ലേഖനത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതായത് നമ്മൾ ക്രിസ്റ്റോളജി എന്നൊരു സബ്ജക്റ്റ് പഠിച്ചിട്ടില്ല, ക്രിസ്തുശാസ്ത്രം, ക്രിസ്റ്റോളജി. അതിൽ ഈ ലേഖനത്തിൽ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില ഭാഗങ്ങൾ കൂടെ നമുക്ക് കാണാം. ക്രിസ്റ്റോളജി എന്ന ആ വിഭാഗത്തിൽ ക്രിസ്തുശാസ്ത്രപരമായി കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒന്നാമത് ക്രിസ്തുവിന്റെ ജഡാവതാരത്തിന്റെ ഉദ്ദേശം 1-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമ്മൾ വായിക്കും. ക്രിസ്തുവിന്റെ ജഡാവതാരത്തിന്റെ ഉദ്ദേശം 1-20 വായിക്കും. അപ്പം കർത്താവ് ഈ ഭൂമിയിൽ വന്നതിനെ കുറിച്ചുള്ള കാര്യം, ജഡാവതാരത്തിന്റെ കാര്യം അവിടെ പറഞ്ഞു. ബാക്കി പിന്നീട് വായിക്കാം. ഇതിപ്പോ ഒരു രൂപരേഖ പോകുന്നുണ്ട്. അടുത്തത് 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ക്രിസ്തുവിന്റെ പാപരഹിത അവസ്ഥ, പാപമില്ലാത്തവനായ അവസ്ഥ. അതുപോലെ 2-24 നാം വായിക്കുന്നത് ക്രിസ്തുവിന്റെ കഷ്ടതയും മരണവും എന്നുള്ളതാണ്. 3-ാം അധ്യായം 22-ാം വാക്യത്തിൽ ക്രിസ്തുവിന്റെ സ്വർഗാരോഹണം. 3-ാം അധ്യായം 22-ാം വാക്യത്തിൽ ക്രിസ്തുവിന്റെ ഇപ്പോഴത്തെ സ്ഥാനം, അതായത് സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്ത് കർത്താവായിരിക്കുന്നു എന്നുള്ളത്. 1-ാം അധ്യായം 7, 13, അതുപോലെ 5-ാം അധ്യായത്തിന്റെ 1-4 വാക്യങ്ങളിൽ
ക്രിസ്തുവിന്റെ വീണ്ടും വരവിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ക്രിസ്തു ശാസ്ത്രപരമായിട്ട് യേശുവിനെ കുറിച്ച് ഇതിൽ പരാമർശിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ജഡാവതാരത്തിന്റെ ഉദ്ദേശം, ക്രിസ്തുവിന്റെ പാപരഹിത അവസ്ഥ, ക്രിസ്തുവിന്റെ കഷ്ടതയും മരണവും, ക്രിസ്തുവിന്റെ പുനരുത്ഥാനം, ക്രിസ്തുവിന്റെ സ്വർഗാരോഹണം, ക്രിസ്തു ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥാനം, ക്രിസ്തുവിന്റെ മടങ്ങിവരവ്, ഇത്രയും വിഷയങ്ങൾ ക്രിസ്തുവിനോടനുബന്ധിച്ച് ഈ ലേഖനത്തിൽ രേഖപ്പെടുത്തുന്നു. ഇനി ഈ പുസ്തകത്തിന്റെ ഒരു സംഗ്രഹം, ഇന്ന ഭാഗം മുതൽ ഇന്ന ഭാഗം വരെ ഇന്ന വിഷയം, പിന്നെ ഇന്ന ഭാഗം വരെ ഇന്ന വിഷയം എന്നുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. അതായത് ആദ്യം മുതൽ അങ്ങോട്ടുള്ള ഒരു സംഗ്രഹം, ഈ ഇതിൽ എന്തൊക്കെയാണ് പരാമർശിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനായിട്ടാണ് അക്കാര്യം ഓർക്കുന്നത്. അതിൻ്റെ 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വരെ രക്ഷയുടെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും, രക്ഷിക്കപ്പെടുന്നവർക്കുള്ള അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും, അതിൻ്റെ അകത്ത് അതിനെ ഒന്നുകൂടെ നമ്മൾ വിഭജിച്ച് ചിന്തിച്ചാൽ ദൈവത്തിന്റെ രക്ഷാപദ്ധതി 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ കാണും. 13 മുതൽ 25 വരെ ഉള്ള വാക്യങ്ങളിൽ രക്ഷയുടെ രീതിയെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ രക്ഷയുടെ വളർച്ച, അത് നമുക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ ഇത്രയും 2-ന്റെ 10-ാം വാക്യം വരെയുള്ള ഭാഗങ്ങളിൽ രക്ഷയെക്കുറിച്ചുള്ള വിശദീകരണമാണ് നമുക്കവിടെ കാണുന്നത്. നമുക്ക് ഇന്ന് നാം അനുഭവിക്കുന്ന യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച രക്ഷയുടെ പ്രത്യേകതകൾ, അതിൻ്റെ വിശദീകരണങ്ങളാണ് ഈ 2-ാം അധ്യായം 10-ാം വാക്യം വരെയും പത്രോസ് വിശദീകരിക്കുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങൾക്കും ഒരു വിധേയത്വം അഥവാ കീഴ്പ്പെടൽ ആവശ്യമാണ്. അത് ഇതിൻ്റെ അകത്ത് ഈ അധ്യായങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അത് വിശദമായിട്ട് പിന്നീട് നമുക്ക് ചിന്തിക്കാം. ഇതിൻ്റെ രൂപരേഖയാണ് ഞാൻ ആദ്യം പറയുന്നത്. അതായത് ക്രിസ്തീയമായ കീഴ്പ്പെടലും ദൈവത്തിന് ബഹുമാനവും കൊടുക്കുക എന്നുള്ളതാണ് 2-ാം അധ്യായം 11 മുതൽ 3-ാം അധ്യായം 7-ാം വാക്യം വരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതിൽ ക്രിസ്തീയമായ കീഴ്പ്പെടലിൻ്റെ കടമ. പിന്നെ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഭാര്യമാരും ഭർത്താക്കന്മാരും പരസ്പരം ഉള്ള അവരുടെ കടപ്പാടുകൾ അവിടെ രേഖപ്പെടുത്തുന്നു. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്രിസ്ത്യാനിയുടെ കഷ്ടത, പീഡ എന്നീ കാര്യങ്ങളെ കുറിച്ചാണ്. അതിനെ വിഭജിക്കുമ്പോൾ 3-ാം അധ്യായം 8-ാം വാക്യം മുതൽ 24-ാം വാക്യം വരെ നീതിക്ക് വേണ്ടി കഷ്ടം സഹിക്കുന്നതിനുള്ള അനുഗ്രഹം. 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ വരുമ്പോൾ ദൈവത്തിനായി ജീവിക്കുന്നത്. 4-ന്റെ 12 മുതൽ 19 വരെ കഷ്ടതയിൽ ആശ്വാസം. അവസാനമായി 5-ന്റെ 1 മുതൽ 14 വരെ മൂപ്പന്മാർക്കും ഇളയവർക്കുമുള്ള പ്രബോധനങ്ങൾ. ഇപ്പോൾ ഈ ഇത്രയും ഭാഗം നമ്മൾ കേട്ടതുകൊണ്ട് ഒന്ന് നമുക്ക് ലഭിച്ച രക്ഷയെക്കുറിച്ചുള്ള കാര്യം, രണ്ടാമത് കഷ്ടതയുടെ നടുവിലുള്ള പ്രത്യാശയെക്കുറിച്ചുള്ള കാര്യം, മൂന്നാമത് ക്രിസ്ത്യ ജീവിതത്തിൽ വിധേയത്വം കീഴ്പ്പെടുക എന്നുള്ള ആ കാര്യത്തെക്കുറിച്ച് വിശദീകരണം, പിന്നീട് പീഡയുടെ നടുവിൽ കഷ്ടം സഹിക്കുന്നതിൻ്റെ അനുഗ്രഹം, പിന്നെ അവസാനമായിട്ട് മൂപ്പന്മാർക്കും ഇളയവർക്കും, അതായത് സഭ നേതൃത്വം കൊടുക്കുന്നവർക്കും ആ നേതൃത്വത്തിൻ്റെ കീഴിലുള്ള ആളുകൾക്കുമുള്ള പ്രബോധനം. ഇത്രയും കാര്യങ്ങളാണ് ഈ പത്രോസിന്റെ 1-ാമത്തെ ലേഖനത്തിൽ ഒരു സംഗ്രഹമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത്രയും കേട്ടതിൽ നിന്ന് എന്തെങ്കിലും നിങ്ങളുടെ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇനി അപ്പൊ ഇത്രയാണ് ഈ ലേഖനത്തിന്റെ ഒരു ആകത്തുക നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അപ്പം പുരാതന കാലത്ത് അല്ലെങ്കിൽ പത്രോസിന്റെ ഒക്കെ കാലത്ത് ഒരു ലേഖനത്തിന് 3 പ്രത്യേകതകളുണ്ട്, അല്ലെങ്കിൽ അതിന്റെ 3 കാര്യങ്ങൾ ആ ലേഖനത്തിൽ കത്തെഴുതുന്ന ആ സംസ്കാരത്തിനുണ്ട്. ഒന്ന്, എഴുത്തുകാരൻ ആരാണെന്ന് പരിചയപ്പെടുത്തുക. 2, ആർക്കെഴുതി എന്ന് പരിചയപ്പെടുത്തുക. 3-ാമത്തെ കാര്യം വന്ദനം അറിയിക്കുക, അവർക്ക് ആശംസ
നൽകുക. ഇതാണ് അന്നത്തെ കത്തെഴുതുന്നതിൻ്റെ അകത്തുള്ള ഒരു രീതി. ആർക്കെഴുതി, ആരെഴുതി, പിന്നെ അവർക്ക് ആശംസ, അവർക്ക് അഭിവന്ദനം ചെയ്യുക എന്നുള്ളത്. ഇവിടെ ഈ കത്തില് ഇതില് നമുക്ക് ആദ്യത്തെ 1-2 വാക്യങ്ങൾ വായിക്കാം. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ്, പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസ്യയിലും യൂദയയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിയിപ്പൊത്തവണ്ണം ആത്മാവിന്റെ വിശദീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി ദൂതന്മാരായവർക്ക് എഴുതുന്നു. നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. ഓക്കെ, അപ്പം ഈ കത്തിന്റെ പ്രാരംഭ ഭാഗത്ത് ആർക്കെഴുതി എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാം. ആർക്കെഴുതി എന്ന് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ, ഇത്രയും വായിച്ച വാക്യത്തിൽ. അത്രയല്ല, ഇച്ചിരി വിശദമായിട്ട് നമുക്ക് പഠിക്കണം. അപ്പം ഇവിടെ സ്ഥലങ്ങളുടെ പേര് ഏതൊക്കെ എത്ര എഴുതിയിട്ടുണ്ട് പറഞ്ഞേ. സന്തോഷില്, ഗലാത്യ, കപ്പദോക്യ, ആസ്യ, ബിഥുന്യ, പിന്നെ ചിതറി പാർക്കുന്ന ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി. ഓക്കെ, അപ്പൊ അവർക്കാണ് എഴുതുന്നത്. ഇനി എഴുതുന്നത് അവർക്കാണ് നമ്മൾ പറഞ്ഞില്ലേ, ചിതറി പാർക്കുന്ന വിശ്വാസികൾ. ആ വിശ്വാസികളുടെ പ്രത്യേകത എന്തുവാ അതിൻ്റെ അകത്ത്? അവര് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടവർ അഥവാ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ് എന്നാണ്. അപ്പം ഈ ആർക്ക് എഴുതി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ആരാണ് എഴുതിയത്? പത്രോസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഭൂപ്രദേശം ഒന്ന് കാണണം. മധ്യധരണി ആഴി എന്നൊക്കെ പറയത്തില്ലേ, മെഡിറ്ററേനിയൻ സീ എന്ന് പറയുന്നത്. അതിൻ്റെ തുർക്കിയുടെ ചുറ്റുപാടുമുള്ള ആ സ്ഥലങ്ങളാണ് ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ആ സ്ഥലങ്ങളിലുള്ള അവർക്ക് ഇത് എഴുതി. അവര് ചിതറി പാർക്കുവാനായിട്ടുള്ള കാരണം പീഡ സഹിച്ചത് കൊണ്ടാണ്. മനസ്സിലായോ? വളരെയധികം പീഡ റോമൻ ഗവൺമെന്റിൽ നിന്നും സഹിക്കേണ്ടി വന്നത് കൊണ്ടാണ് ഇവരൊക്കെ ചിതറി പാർക്കുവാനായിട്ട് കാരണമായത്. അപ്പൊ അവരെ ആശ്വസിപ്പിക്കുന്ന ഒരു ലേഖനമായിട്ടാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. പിന്നെ അവിടെ അവർക്ക് വന്ദനം അറിയിക്കുന്നു, ആശംസ അറിയിക്കുന്നു. അതെന്താന്ന് വായിച്ചു? നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കും. അപ്പൊ ഈ ലേഖനം പഠിക്കുമ്പോൾ നമുക്കും കൃപയും സമാധാനവും വർദ്ധിക്കണം. അപ്പൊ കൃപയും സമാധാനവും ഉണ്ട്, ചുരുടെ വർദ്ധിക്കണം. ഓക്കെ, ഇനി 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. വായിച്ചു. പിതാവായ ദൈവത്തിന്റെ മുന്നറിയിപ്പൊത്തവണ്ണം ആത്മാവിന്റെ വിശദീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി ദൂതന്മാരായവർക്ക് എഴുതുന്നു. നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന്റെ സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഈ ഭാഗത്ത് വിശ്വാസിയും ആത്മരക്ഷയും എന്നുള്ള വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ 3 കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ശ്രദ്ധിക്കുക. 1, പിതാവായ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ. പിതാവായ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ. 2ാമത് നമ്മൾ കാണുന്നത് ആത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്. ദൈവത്തിന്റെ ആത്മാവിനാലാണ് ഒരു വ്യക്തി വിശുദ്ധീകരിക്കപ്പെടുന്നത്, രക്ഷിക്കപ്പെടുന്നത്, ദൈവത്തിന്റെ മക്കളായി തീരുന്നത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിക്കോദെമോസിനോട് കർത്താവ് പറയുന്നത് ആത്മാവിനാൽ ജനിക്കണം എന്നുള്ളത്. ആ ആത്മാവിനാൽ ജനിച്ച് ഒരു പുതിയ സൃഷ്ടിയായി തീരണം. അങ്ങനെയാണ് നാം രക്ഷിക്കപ്പെടുന്നത് എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ ദൈവം നമ്മെ മുൻനിയമിച്ചവരാണ്, മുന്നറിഞ്ഞവരാണ്, ദൈവം നമ്മെ തിരഞ്ഞെടുത്തവരാണ്.
ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മെ ഒരു വിശുദ്ധീകരിച്ച് തനിക്ക് സ്വന്തം ജനമാക്കി നമ്മെ തീർത്തിരിക്കുകയാണ്. ഇനി അടുത്തത് നമ്മൾ വായിക്കുന്നത് പുത്രന്റെ രക്തത്താൽ തളിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ത്രിയേക ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. പിതാവ് നമ്മെ തിരഞ്ഞെടുക്കുന്നു, പുത്രന്റെ രക്തത്താൽ നമുക്ക് പാപമോചനം ലഭിക്കുന്നു, പരിശുദ്ധാത്മാവ് നമ്മെ ശുദ്ധീകരിച്ച് ദൈവത്തിന്റെ മക്കൾ എന്നുള്ള പദവിയിൽ. ഇത് മൂന്ന് വ്യക്തിത്വങ്ങൾ മൂന്നിടത്തിലും ചെയ്യുന്ന ഒരു കാര്യമല്ല, ത്രിയേക ദൈവത്തിന്റെ ഏകോപിച്ചിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഈ പ്രവർത്തനത്തെ നമുക്ക് മൂന്നായിട്ട് തരംതിരിച്ച് പറഞ്ഞു എങ്കിലും ഇത് ഒരുമിച്ചുള്ള കാര്യമാണ്. നമ്മൾ മൂന്ന് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നോ? ഇല്ല. പക്ഷെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഏക ദൈവമായിരിക്കുന്ന പോലെ ഈ പ്രവൃത്തിയും ദൈവത്തിന്റെ നമ്മുടെ രക്ഷയെക്കുറിച്ചുള്ള പ്രവൃത്തിയാണ്. അത് ഏകമായിരിക്കുകയാണ്. എന്നാൽ വേർതിരിച്ച് നമ്മൾ കാണുമ്പോൾ പിതാവ് നമ്മെ മുന്നറിഞ്ഞു, പുത്രൻ നമുക്ക് വേണ്ടി ജീവനെ ബലിയർപ്പിച്ചു, പരിശുദ്ധാത്മാവ് ആ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്ക് ബോധം തന്നു. അങ്ങനെ നമ്മുടെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാനും ദൈവത്തിന്റെ ആത്മാവിനാൽ പുതിയ സൃഷ്ടിയാകാനും നമുക്ക് കൃപ ലഭിച്ചു എന്നുള്ളതാണ് ഇവിടെ രക്ഷയെക്കുറിച്ച് പറയുന്ന കാര്യം. അടുത്തായിട്ട് മൂന്നാം വാക്യം മുതൽ 5-ാം വാക്യം വരെ വായിക്കുമ്പോൾ അവിടെ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെയാണ് കാണുന്നത്. അത് നമ്മുടെ രക്ഷയുടെ ഉറപ്പാണ്. രക്ഷയുടെ ഉറപ്പ്. കാരണം യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുന്നത് പത്രോസ് കണ്ടു. പത്രോസിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? ഭയന്നു, അല്ലേ? അവർ യഹൂദന്മാരെ പേടിച്ചിട്ട് കടച്ചിരുന്നു നമ്മൾ വായിച്ചു. പക്ഷെ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞപ്പോഴോ, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം ഉയർപ്പിച്ചിരിക്കുന്നു. അത് അവരുടെ ജീവിതത്തിൽ ചൈതന്യം കൊടുക്കുന്നവരാണ്. അതുകൊണ്ട് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ രക്ഷയുടെ ഉറപ്പ്. അല്ലാതെ നമ്മൾ നല്ലതായി ജീവിക്കുന്നു എന്നുള്ളതല്ല. നമ്മൾ നല്ലതായിട്ട് തന്നെ ജീവിക്കണം, അത് രണ്ടാമത്തെ കാര്യം. പക്ഷേ നമ്മുടെ രക്ഷയുടെ ഭദ്രത അത് ഉറച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ജീവിക്കുന്നു എന്നുള്ളതാണ്. ആ കർത്താവ് പിതാവിന്റെ വലത് ഭാഗത്ത് നമുക്ക് വേണ്ടി ഇടനില നിൽക്കുന്ന ഒരു വക്കീലിനെ പോലെ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അതാണ് നമ്മുടെ രക്ഷയ്ക്ക് കാരണം. പത്രോസിനോട് പറയുന്നൊരു വാക്കുണ്ട്, നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് പിശാച് ചോദിച്ചു, ഞാൻ കൊടുത്തില്ല. അപ്പോൾ നമുക്കും ഈ പ്രതിസന്ധിയിലൊക്കെ തളർന്നു പോകാമായിരുന്നു. പക്ഷേ ദൈവം അനുവദിച്ചില്ല. നമുക്ക് സഹിക്കുന്നതിനപ്പുറമായ ഒരു പരീക്ഷ കർത്താവ് തരികയില്ല. അതുകൊണ്ട് ദൈവം ആണ് നമ്മുടെ രക്ഷയുടെ ഉറപ്പ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഉയർപ്പ്, അല്ല നമ്മുടെ രക്ഷയുടെ പ്രത്യാശ എന്നുള്ളത്. അപ്പൊ ദൈവത്തിന്റെ വലിയ കരുണയാണ് നമ്മുടെ രക്ഷ ആരംഭിക്കുന്നത്. ദൈവത്തിന്റെ വലിയ കരുണയാൽ അവൻ നമുക്ക് വീണ്ടും ജന്മം തന്നു. ദൈവത്തിന്റെ വലിയ കരുണയാൽ നമുക്ക് പ്രത്യാശ നൽകിയിരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ തിരുവചനത്തിന്റെ മറ്റ് ഭാഗങ്ങളും റെഫറൻസിന് വേണ്ടി കുറിക്കാവുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-5 വാക്യങ്ങൾ, റോമാലേഖനം 8:24, തീത്തോസിന്റെ ലേഖനം 3:7 വാക്യം. അങ്ങനെ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമുക്ക് ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്ത അവകാശം ലഭിച്ചിരിക്കും. അപ്പം യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ലോകപ്രകാരമുള്ള ഭൗതികമായ ചില നേട്ടങ്ങളല്ല. പലരും കർത്താവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ, അയ്യോ കർത്താവ് നല്ലതാണ്, എനിക്ക് അങ്ങനെ ചെയ്തു, എൻ്റെ ജീവിതത്തിൽ ഞാൻ കഷ്ടതയിലായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, അല്ലെങ്കിൽ പട്ടിണിയിലായിരുന്നു, എനിക്ക് ജോലിയില്ലായിരുന്നു, അതൊക്കെ ഇപ്പൊ കിട്ടി. ഒത്തിരി ഭൗതിക നന്മകളൊക്കെ പറയുന്നത്. ഈ നന്മകൾ ദൈവം പ്രാർത്ഥിക്കുന്നവർക്കും പ്രാർത്ഥിക്കാത്തവർക്കും കൊടുക്കുന്നുണ്ട്. കർത്താവ് പറയുന്നു, ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും മഴയെ പെയ്ക്കുന്നു. ഈ മഴ നമുക്ക് എല്ലാവർക്കും ദൈവം കൊടുക്കുന്നു, അല്ലേ? പ്രാർത്ഥിക്കാത്തവർക്ക് അഡ്മിഷൻ കിട്ടുന്നില്ലേ? പ്രാർത്ഥിക്കാത്തവർ ഡോക്ടർമാരാകുന്നില്ലേ? ഉണ്ട്. പക്ഷേ നമുക്ക്
ദൈവം ഭൗതിക നന്മകൾ തരുന്നു എന്നുള്ളത്, വഴികൾ തരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്, ഞാൻ നെഗ്ലക്ട് ചെയ്യുന്നില്ല. എന്നാൽ ദൈവത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്ത അവകാശം. ഇപ്പൊ ഈ ലോകത്തിൽ നമുക്ക് ഒരു കിരീടം ലഭിച്ചാൽ അത് വാടുന്നതാണ്. അന്നത്തെ കാലത്ത് പൂക്കൾ കൊണ്ടും ഇലകൾ കൊണ്ടും ഒക്കെയാണ് കിരീടങ്ങൾ അർപ്പിച്ചത്. അപ്പോൾ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യും? നമ്മള് ഈ രോഗികളൊക്കെ മരിച്ചവരൊക്കെ ചെല്ലുമ്പോൾ നമ്മള് ബൊക്കെയൊക്കെ കൊണ്ടുവെക്കത്തില്ലയോ? വലിയ സന്തോഷമായിരുന്നു. 2 ദിവസം കഴിയുമ്പോഴും അത് പോയി അല്ലേ? ശവക്കോട്ടയിലൊക്കെ പോയി നോക്കണം കിടക്കുന്ന കാണണമെങ്കിൽ. അപ്പോൾ നമുക്ക് തരുന്നത് ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്ത അവകാശം മാത്രവുമല്ല, നമ്മുടെ രക്ഷ സൂക്ഷിച്ചിരിക്കുന്നത് സ്വർഗത്തിലാണ്. 4-ാമത്തെ വാക്യം നോക്കിയേ. ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുന്നു നമ്മുടെ രക്ഷ സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അവകാശം എന്ന് പറയുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ ഒരു പ്രോമിസാണ്. ആ അങ്ങനെ ഇരിക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് നമുക്ക് ഈ ക്ഷയം, ഒരു വസ്തുവല്ലല്ലോ, ക്ഷയം, മാലിന്യം, വാട്ടം. വാട്ടം എന്ന് പറയുന്നത് പച്ച നിരാശ. ക്ഷയം എന്ന് പറയുമ്പോൾ കുറവ്. ഒരു മനുഷ്യൻ ജനിച്ച് ഇങ്ങനെ 10-30 വയസ്സ് വരെയും നല്ല ആരോഗ്യത്തോടെ വളർന്നിട്ട് പിന്നെ കുന്നിറങ്ങുന്നത് പോലെ ക്ഷയിച്ച് എന്നെ പോലെ. അങ്ങനെ ഒരു അവസ്ഥ ഇല്ലെന്നാണ് ഈ അതെ വാക്യത്തിൽ. അതെ 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 ആത്മരക്ഷ എന്ന് പറയുന്നത് അത് നമ്മുടെ ദേഹി രക്ഷപ്പെട്ടില്ല. ആത്മരക്ഷ ലഭിച്ചത് കൊണ്ടല്ലയോ ദേഹിരക്ഷ അതിന്റെ തുടർമാനമായിട്ട് സംഭവിക്കുന്നത്. ആത്മരക്ഷ അത് രക്ഷയ്ക്ക് 3 അവസ്ഥകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, എടുക്കപ്പെടും. ഇപ്പം ഒരു ബോട്ടിലെ യാത്ര ചെയ്യുന്ന അവര് വെള്ളത്തിൽ, ബോട്ട് അപകടം വന്ന് വെള്ളത്തിലായി, ഒരു ശക്തിയേറിയ ഒരു കപ്പൽ വന്നിട്ട് അവരെ അവിടെ നിന്ന് രക്ഷിച്ചു. ആ കപ്പൽ കയറ്റിയപ്പോഴും അവരുടെ വസ്ത്രങ്ങളൊക്കെ നനഞ്ഞും ഒക്കെ ഇരിക്കുകയാണ്. ആഹാരം കിട്ടാഞ്ഞതിന്റെ വിശപ്പും ദാഹവും പ്രയാസവും ഒക്കെ ഉണ്ട്. എന്നാലും അവർ പറഞ്ഞു ഞങ്ങൾ രക്ഷപ്പെട്ടു അല്ലേ. പക്ഷേ വെള്ളത്തിൻ്റെതായ പ്രതിസന്ധി അപ്പോഴും അവർക്ക് ഉണ്ട്. വെള്ളത്തിൽ കിടന്നതിന്റെ ക്ഷീണമുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഈ കപ്പലിങ്ങനെ കരയിലേക്ക് വേഗത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറയും ഞങ്ങൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മനസ്സിലായി? രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പം ക്യാപ്റ്റൻ പറയുന്നു ഇന്ന് വൈകിട്ട് ഞങ്ങൾ അവിടെ എത്തും. മനസ്സിലായോ? അപ്പം ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ രക്ഷപ്പെടും. അവിടെ ചെല്ലുമ്പോൾ വെള്ളവും ഇല്ല, പ്രശ്നമൊന്നുമില്ല, കൊടുങ്കാറ്റില്ല, അങ്ങനെയുള്ള കരയിലേക്ക് എത്തുന്നു. അപ്പോൾ ഈ 3 അവസ്ഥകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം നമ്മളെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിടുവിച്ചു. പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലൂടെ ആണെങ്കിലും ദൈവം നമ്മെ സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. നമ്മളൊരു ദിവസം അനന്തമായ ആത്മരക്ഷ പ്രാപിക്കും. മനസ്സിലായി? ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്ത അവകാശം. ഇപ്പോൾ ഇവിടെ ഇന്നും ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു വലിയ സംരക്ഷണം ദൈവത്തിൽ നിന്നുണ്ട്. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. അവിടെ ദൂതന്മാരെ കുറിച്ച് പറയുകയാണ്. ഇപ്പം ദൂതന്മാരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ സേവകാത്മാക്കളാണ്. ഇപ്പൊ കുറച്ച് പോലീസുകാർ ഇങ്ങനെ നിൽക്കുന്നു. എവിടെ? മന്ത്രിസഭയുടെ അവിടെ, നമ്മുടെ തിരുവനന്തപുരത്ത്. അന്ന് സത്യപ്രതിജ്ഞ നടക്കുക. അപ്പൊ ചോദിക്കും ഈ പോലീസുകാരെല്ലാം എന്തിനാണ് ഇവിടെ? സത്യപ്രതിജ്ഞ ചെയ്ത് വരുന്ന ഓരോ മന്ത്രിക്കും മുമ്പിലും പറയുന്നതായിട്ട് ഈ 2 പേരെ അയക്കുക. മനസ്സിലായി? അതിനുവേണ്ടി അവരെ ഒരുക്കി നിർത്തിയിരിക്കുക എന്ന് പറയുന്നത് പോലെ, ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. എന്ന് പറയുന്നത് പോലെ രക്ഷിക്കപ്പെടുന്നവരെ സംരക്ഷിക്കാനായിട്ട് ദൈവത്തിന്റെ ദൂതന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബ്രദർ തന്നെ പേടിക്കൊന്നും വേണ്ട. അവിടെ ഇങ്ങോട്ട് വന്നപ്പോഴും ദൂതന്മാരുണ്ട്, മുമ്പിലും പറയുന്നുണ്ട്.
പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യമുണ്ട്. നമ്മുടെ IPC-യിലുള്ള ഒരു പാസ്റ്റർ, എനിക്ക് വളരെ പരിചയവും സ്നേഹമൊക്കെ ഉള്ള ഒരാളാണ്. എന്നെയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ. ഇദ്ദേഹം ഒരിക്കലും പറഞ്ഞു, ഞാൻ എൻ്റെ മോനോട് പറഞ്ഞിട്ടുണ്ട്, ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്ന സ്പീഡിനപ്പുറം പോയാൽ ദൂതന്മാരും പുറകെ വരത്തില്ല. മനസ്സിലായോ? ലോകത്തിന്റെ നിയമങ്ങൾ അനുസരിക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് 60 കിലോമീറ്റർ സ്പീഡിൽ പോകണമെന്നാണ് പറഞ്ഞെങ്കിൽ നീ 80 പോയാൽ ദൂതന്മാരെ 60 വരും. അദ്ദേഹം പറഞ്ഞതാണ് കേട്ടോ. അപ്പം പറഞ്ഞത്, അപ്പം ദൂതന്മാരുണ്ട് സംരക്ഷണത്തിന്, നമ്മളും നിയമങ്ങൾ പാലിക്കണം. ദൂതന്മാർ നിയമങ്ങൾ പാലിക്കും, അതുകൊണ്ട് നമ്മളും പാലിക്കണം. അല്ലാതെ നമ്മൾ ചെന്ന് 660 പോയെന്നൊക്കെ ആൾക്കാർ പറയുന്ന പോലെ ചെന്ന് മറിഞ്ഞാൽ ദൂതം കാത്തില്ലെന്നും പറയരുത്. മനസ്സിലായി? പോട്ടെ. ഇവിടെ നമ്മൾ വായിക്കുന്നു, രക്ഷ സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ രക്ഷയ്ക്ക് നമുക്കൊരു ഉറപ്പുണ്ട്. 2, ദൈവശക്തിയിൽ കാക്കപ്പെടുന്നു. 4-ാമത്തെ വാക്യം അവിടെ വായിച്ച് നോക്കിയേ. 4-ാമത്തെ വാക്യത്തിൽ എന്തായിരിക്കുന്നത്? ദൈവശക്തിയിൽ കാക്കപ്പെടും. ദൈവശക്തിയിൽ കാക്കപ്പെടും. ഇനി 6-ാമത്തെ വാക്യം മുതൽ 9 വരെ വായിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രക്ഷയുടെ സന്തോഷം എന്നുള്ളതാണ്. രക്ഷയുടെ സന്തോഷം എന്നുള്ളതാണ്. വായിക്കാം 6 മുതൽ 9 വരെ വാക്യം. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ ഒന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറുക എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ മുഖത്തേക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അംഗമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് പരിപാലിക്കുന്ന കൃപയെക്കുറിച്ച് ഇവിടെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ രക്ഷയുടെ സന്തോഷമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ പറയുന്ന പ്രത്യേകമായ കാര്യങ്ങൾ, കഷ്ടതകൾ, പരിശോധനകൾ അല്പനാളത്തേക്കേ ഉള്ളൂ. ആ വാക്യങ്ങളിലുള്ളതാണ് ഞാൻ പറഞ്ഞു. കഷ്ടതകളും പരിശോധനകളും അല്പകാലത്തേക്കേ ഉള്ളൂ. 2-ാമത്തെ കാര്യം, കഷ്ടതകൾ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് നമ്മൾ സന്തോഷിക്കാം. കഷ്ടത്തിൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും, അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാം. നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കുന്നതിനും നാനാ പരീക്ഷകൾ നമുക്ക് വരുന്നതിന് ദൈവം അനുവദിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കാൻ, ശോധന ചെയ്യുവാനായിട്ട് പരീക്ഷകൾ ദൈവം അയക്കുന്നു. പക്ഷെ നമുക്ക് സഹിക്കുന്നതിനപ്പുറമായ ഒരു പരീക്ഷ ദൈവം തന്നെ. അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു. അബ്രഹാമിന്റെ വിശ്വാസത്തിനനുസരിച്ചുള്ള ഒരു പരീക്ഷ കൊടുത്തു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അബ്രഹാമിന്റെ വിശ്വാസം ഒന്നും നമുക്കൊക്കെ ഒന്ന് മനസ്സിലാക്കണം. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. എത്രമാത്രം വിശ്വസിച്ചു എന്ന് ചോദിച്ചാൽ അത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാമെന്ന് ദൈവം പറയുന്ന നിലയിൽ പറഞ്ഞു, മോനെ യാഗം കഴിക്കാൻ പറഞ്ഞു. യാഗം കഴിക്കുന്നതിന്റെ പരിസമാപ്തിയിലേക്ക് വരുമ്പോൾ പറഞ്ഞു, മതി, ഇത്രയും മതി, ഇത്രയും മതി, ഇത്രയും മതി. മനസ്സിലായി? ഞാന് ഒരിക്കലെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാസറ്റില് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്ലിപ്കാർട്ടിനകത്തൊക്കെ ഇടുന്ന പഴയ കാസറ്റ് ഉണ്ടല്ലോ, ഇങ്ങനെ കറങ്ങുന്ന സാധനം, അത് ഞാൻ കേട്ട ഒരു സാക്ഷ്യമാണ്. ഒരു പോലീസുകാരുടെ ഒരു പാർട്ടി നടന്നുകൊണ്ടിരിക്കുക കൊല്ലത്ത്. അതിൻ്റെ അകത്തൊരു SIയും തൻ്റെ കൂടെ കുറച്ച് പേരുമുണ്ട്, പോലീസുകാരുണ്ട്, വേറെ പലരും ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു ആഹാരമൊക്കെ കഴിക്കാനുള്ള സമയമായി വിളമ്പിക്കൊണ്ടിരിക്കുന്ന സമയമായപ്പം ഒരു മെസ്സേജ് വന്നു, SP-യുടെ മെസ്സേജ് വന്നു, നിങ്ങൾ ഇന്ന വഴിക്കൂടെ, ആ മലയോര ഭാഗത്തൂടെയുള്ള വഴിക്കൂടെ കോട്ടയത്ത് പെട്ടെന്ന് എത്തിച്ചേരണം. അപ്പം നേരെ പോയാൽ എളുപ്പം എടുത്താം, പക്ഷേ വഴി പറഞ്ഞു കൊടുത്തത് അതിലേക്ക് വിടാം. മനസ്സിലായി? പെട്ടെന്ന് ചെല്ലിയും വേണം. അവരെന്ത് ചെയ്തു? പോവുകയെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. അന്നേരം പറഞ്ഞു, സാറേ നിങ്ങളൊന്നും കഴിച്ചില്ലല്ലോ, പോകുന്ന വഴിക്ക് ജീപ്പിലിരുന്ന് കഴിച്ചു എന്ന് പറഞ്ഞ് കുറേ സാധനങ്ങളെല്ലാം, ചിക്കൻ ഫ്രൈയും ബിരിയാണി എല്ലാം എത്തിയിട്ട് അവര് ഈ SP വിളിച്ചു എന്നുള്ളത് കൊണ്ട് അവർ ഈ ആഹാരത്തിന്റെ കാര്യം മറന്നു. വേഗത്തിലും പോവുക. അങ്ങനെ
കോട്ടയം എടുക്കാറായപ്പം ഒരു മലമ്പ്രദേശത്ത് ചെന്നപ്പം ജീപ്പിൻ്റെ അകത്ത് മേലോട്ട് ഈ പുക പൊങ്ങുകയും പെട്ടെന്ന് ചവിട്ടി നിർത്തി, ബോണറ്റ് തുറന്ന് നോക്കി, റേഡിയേറ്ററിനകത്ത് വെള്ളം ഒട്ടുമേയില്ല. രാത്രി 12 മണിയൊക്കെ കഴിഞ്ഞു. എന്ത് ചെയ്യാനും, എല്ലാ വീടുകളും അടച്ചിരിക്കുന്നു, മലമ്പ്രദേശം. അങ്ങനെ നോക്കിയപ്പോൾ അങ്ങ് പൊയ്യയിലെ അങ്ങ് താഴ്വാരത്ത് ഒരു ചെറിയ അരണ്ട വെളിച്ചം കണ്ടു. ഒരു ടോർച്ചൊക്കെ എടുത്തുകൊണ്ട് എൻ്റെ പോലീസുകാരും SI എല്ലാം കൂടെ അവിടെ പോയി. എന്തിനാ? വെള്ളം. അവിടെ ചെന്നപ്പോൾ ഒരു കുടിലില്ലേ, ഒരു അച്ഛനും അമ്മയും കൂടെ മുട്ടുമേൽ നിൽക്കുന്നു. ഒരു 3 പിള്ളേർ വായിക്കാത്ത ചെന്ന് കിടക്കുന്നു. വിചാരിച്ചു വല്ല ആത്മഹത്യ ആയിരിക്കും, കാരണം പോലീസുകാർക്ക് അതല്ലേ ചിന്തിക്കാൻ പറ്റൂ. അവരിന്ന് കഥന് കൂട്ടി, അവർ തുറന്നു. അവർ പേടിച്ചു. ഈ പോലീസുകാരെ കണ്ട് പേടിച്ച് ചോദിച്ചു, എന്താ ഇവിടെ പ്രശ്നം, എന്താ നിങ്ങളിങ്ങനെ മുട്ടുമേൽ നിൽക്കുന്നത്? പറഞ്ഞു, കുറച്ച് ദിവസമായിട്ട് ആഹാരമില്ല, കുഞ്ഞുങ്ങൾക്ക് വാടി തളർന്ന് കിടക്കുക, ഇവർക്ക് ആഹാരം കൊടുക്കണമേ കർത്താവേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. എന്താ ആഹാരം ഇല്ലാത്തതിൻ്റെ കാരണം? നിങ്ങൾ പണിക്ക് പോകത്തില്ല. ഞാൻ പറഞ്ഞു, ഞങ്ങൾ തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് ഇവിടെ വന്ന് റബ്ബർ വെട്ടാൻ വന്നവരാണ്. ഇവിടെ ചെറിയ കുടിലൊക്കെ വെച്ച് സ്ഥലമൊക്കെ മേടിച്ചൊരു ചെറിയ വീടുമൊക്കെ ഉണ്ടാക്കി ഞങ്ങളിവിടെ കഴിയുകയാണ്. ഞങ്ങൾ വിശ്വസിച്ച സ്നാനമേറ്റു. ഇപ്പം ഞങ്ങൾ നേരത്തെ പോകുന്ന പള്ളിയിൽ പോകുന്നില്ല, മനസ്സിലായി? അതുകൊണ്ട് ഞങ്ങൾക്ക് റബ്ബർ വെട്ടാൻ വരണ്ടാന്ന് പറഞ്ഞു. മറ്റു പണികൾക്കൊന്നും ആരും വിളിക്കരുതെന്ന് ഒരു വിലക്കും കൊടുത്തു. ഈ വീടിട്ടിട്ട് പോകാൻ നോക്കിയാൽ ഈ കുഞ്ഞുങ്ങളെ പട്ടിണിക്കിടുക. പറഞ്ഞു, നിങ്ങളുടെ ദൈവമാണ് യഥാർത്ഥ ദൈവം. പോലീസുകാരെടുത്ത് പറഞ്ഞ് പോയി അവിടെ ഇരിക്കുന്ന ആഹാരം എൻ്റെ അടുത്തും കൊടുക്കുക, മനസ്സിലായോ? എന്നിട്ട് പിന്നീട് SI വന്നിട്ട് വേറൊരു ദിവസം വന്ന് ഇവരുടെ വിശ്വാസത്തെ കുറിച്ച് അറിഞ്ഞ് അദ്ദേഹം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ജോലിയൊക്കെ കളഞ്ഞ് സുവിശേഷകനായിട്ട് മാറി എന്ന് ഞാൻ കേട്ടു. അദ്ദേഹത്തിന്റെ സാക്ഷ്യമാണ് ഞാൻ കേട്ടത്. അപ്പൊ ഞാൻ പറഞ്ഞത്, വിശ്വാസത്തിന് ഒരു പരിശോധനയുണ്ട്. വിശ്വാസത്തിന് പരിശോധനയുണ്ട്. ആ കഷ്ടതയിൽ തളരാതെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം എന്നുള്ളത്. ഇനി റെഫറൻസ് ആയിട്ട് വേണമെങ്കിൽ കുറിച്ചോ, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 11-12 വാക്യങ്ങൾ, റോമാലേഖനം 5-3-4 വാക്യങ്ങൾ, യാക്കോബ് 1-2-4 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെയൊക്കെ പരീക്ഷ, കഷ്ടത, ഈ കാര്യത്തെക്കുറിച്ചുള്ള വിശദീകരണം നമുക്ക് ലഭിക്കുന്നതാണ്. റോമർ 5-3-4, യാക്കോബ് 1-2-4. ഇനി നമ്മളിപ്പോൾ വായിച്ച പത്രോസിന്റെ ലേഖനത്തിൽ നിന്ന് 6-ാം വാക്യം മുതൽ വായിച്ച ഭാഗത്ത് കാണുന്ന മറ്റൊരു കാര്യമാണ്, പരീക്ഷ സഹിക്കുന്നവർക്ക് കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ പുകഴ്ചയും മഹത്വവും മാനവും ലഭിക്കും. അപ്പം കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ പുകഴ്ചയും തേജസ്സും മാനവും ലഭിക്കും. പിന്നെ ഈ പരിശോധനകൾ ദൈവത്തോട് നമുക്കുള്ള സ്നേഹത്തെ വർദ്ധിപ്പിക്കും. യേശുവിനെ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും നാം അവനെ സ്നേഹിക്കുന്നു. അവനിൽ നമ്മുടെ ആശ്രയം വയ്ക്കുവാനും അവനെ സ്നേഹിക്കുവാനും നമ്മെ സഹായിക്കും. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 20-19 വാക്യം. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട്, നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മെ സ്നേഹിക്കുന്ന, നമ്മുടെ അടുക്കിലേക്ക് വരുന്ന ആ കർത്താവിന്റെ സ്നേഹം നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിരാശയും ദുഃഖവും ഒക്കെ നിറഞ്ഞ ആ സാഹചര്യത്തിലും കർത്താവ് അടുക്കെ വന്ന് ആശ്വസിപ്പിക്കും. ആ പരിശോധനകളിൽ നമ്മെ പതറാതെ മുന്നോട്ട് നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത് നമ്മൾ കണ്ടത് രക്ഷയുടെ ഉറപ്പ് എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനം യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനമാണ്. ഇവിടെ രക്ഷയുടെ സന്തോഷം, അത് കഷ്ടതകളിലും പരിശോധനകളിലും നമ്മെ വഴി നടത്തി, നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ച്, നമ്മുടെ പ്രത്യാശയെ ഉണർത്തി, ഈ പ്രതിസന്ധികളിൽ നമ്മെ താങ്ങി നമ്മെ എത്തിക്കുന്ന ആ ദൈവസ്നേഹത്തെയാണ്, ആ രക്ഷയുടെ സന്തോഷമാണ് നമുക്ക് ഈ
6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ കാണുവാനായിട്ട് സാധിച്ചു. ഇനി 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇന്ന് അനുഭവിക്കുന്ന രക്ഷയെക്കുറിച്ച് പഴയ നിയമ വിശുദ്ധന്മാരും വിശുദ്ധ പ്രവാചകന്മാരും ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു എന്നുള്ളതാണ്. അതായത് യേശുക്രിസ്തു തൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാരെ കണ്ട് ആശ്വസിപ്പിക്കുമ്പോൾ പഴയ നിയമ പ്രവാചകന്മാർ പറഞ്ഞിരുന്ന കാര്യങ്ങളെയൊക്കെയാണ് തിരുവെഴുത്തുകളെ തെളിയിച്ച് അവരെ ധൈര്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാർക്കും അവൻ തിരുവെഴുത്തുകളെ തെളിയിച്ചു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിലും സങ്കീർത്തന പുസ്തകങ്ങളിലും തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പോൾ പഴയ നിയമ പ്രവാചകന്മാർ ഈ നാം ഇന്ന് അനുഭവിക്കുന്ന രക്ഷയെക്കുറിച്ച് ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. എന്നാൽ അത് അവർക്കായിട്ടല്ല, നമുക്കായിട്ടാണ് അത് ഒരുക്കിയിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകുവാനായിട്ട് സാധിച്ചു എന്നാണ്. അടുത്ത കാര്യം, നാം അനുഭവിക്കുന്ന ഈ രക്ഷയിലേക്ക് സ്വർഗീയ ദൂതന്മാരും കുനിഞ്ഞു നോക്കുന്നതാണ്. മനസ്സിലായി? നമ്മൾ ഇവിടെ ഇരുന്ന് ഈ രക്ഷയെ കുറിച്ചൊക്കെ വായിച്ചു ചിന്തിച്ച് പഠിച്ചൊക്കെ ഇരിക്കുമ്പോൾ മേളിൽ നിന്ന് ആൾക്കാർ താഴോട്ട് കുനിഞ്ഞ് നോക്കുകയാണ്. ഇവർക്കെന്താ ഇത്രയും സന്തോഷം? പ്രതിസന്ധി, പ്രയാസം, പ്രതികൂലം ഒക്കെ ഉണ്ടായിട്ടും ഇവരെന്താ അതിലും സന്തോഷിക്കുന്നത് എന്ന്. മനസ്സിലായോ? അപ്പോൾ ദൈവമക്കൾക്ക് എന്നും സന്തോഷമാണ്. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതായത് ഒരു വലിയ ധനവാനായ മനുഷ്യന്റെ മതിലിന്റെ അടുത്ത് പുറമ്പോക്കില് കുറച്ച് വിശ്വാസികൾ താമസിച്ചിരുന്നു. അപ്പം ഈ ധനവാനായ മനുഷ്യന് ഒത്തിരി സ്വത്തും കാര്യങ്ങളും ആഹാരവും എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഒരു സന്തോഷം വീട്ടിലില്ല. പക്ഷെ ഈ പുറമ്പോക്കി താമസിക്കുന്നവരവിടെ വൈകിട്ട് എന്ന് പാട്ടും സന്തോഷവും പ്രാർത്ഥനയും മലേറിയൊക്കെ വരുന്ന കണ്ടപ്പം ഇദ്ദേഹം ചെന്നൊരു കണിയാൻ്റെ അടുത്ത് വിളിച്ച്, എൻ്റെ സാറേ, ഇങ്ങനെ ഒരു പ്രശ്നം, ഞാൻ എന്ന് വന്നാലും അവിടെ ഭയങ്കര പാട്ടും സന്തോഷവും ബഹളവും ഒക്കെയാണ്, പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ഇതില്ല, എന്താ? അപ്പൊ ഈ കണിയാൻ പറഞ്ഞു, സാറേ അതിലൊരു കാര്യം, അവർ താമസിക്കുന്ന കുടിലിന്റെ അടിക്ക് ഒരു നിധിയുണ്ട്, അത് അവർക്ക് കിട്ടുമെന്ന് വിചാരിച്ചാണ് അവർ സന്തോഷിക്കുന്നത്. സാറ് കാര്യം ചെയ്യും, കുറച്ച് പൈസ കൊടുത്ത് ആ സ്ഥലം കൂടെ അംഗീകരിക്കാൻ. അങ്ങനെ ഈ പാവപ്പെട്ടവർക്ക് കുറച്ച് നല്ല അധികം പൈസ കൊണ്ട് കൊടുത്തപ്പം അവരെന്ത് ചെയ്തു? സ്ഥലവും കൊടുത്തു. അവർ പോയി വേറെ കുന്നിന്റെ പേരിൽ പോയി വേറെ കുറച്ച് സ്ഥലം മേടിച്ച് അവിടെ പാടാനും പ്രാർത്ഥിക്കാനും ഒക്കെ തുടങ്ങി. കുറച്ചുകൂടെ ഏരിയയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെ വീട്ടിൽ സന്തോഷം വരുന്നില്ല. അതിലൊക്കെ മാറ്റി കെട്ടിയെങ്കിലും സന്തോഷം വന്നില്ല. വീണ്ടും അദ്ദേഹം കണിയാൻ്റെ അടുത്ത് എന്നോ പറഞ്ഞു, എന്റെ സാറേ എന്തു ചെയ്യാനാ, അവരങ്ങ് പോയപ്പോ ഇതിന്റെ അടുത്തൂടെ അവിടെ പോയി, ഏതാ നിധി അങ്ങ് പോയെന്ന്. അങ്ങനെ ഒരു നിധി നമുക്ക് തന്നിട്ടുണ്ട്. എന്തുവാ? ആ സ്വർഗീയ സന്തോഷം. അത് ഏത് കുഞ്ഞി താമസിച്ചാലും പുറമ്പോക്കി താമസിച്ചാലും ആ സന്തോഷം, ലോകം തരാത്ത സമാധാനം, ലോകം തരാത്ത സന്തോഷം, അതാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഈ സന്തോഷത്തിലേക്ക് സ്വർഗീയ ദൂതന്മാരും കുഞ്ഞു. അതുകൊണ്ട് പാട്ടൊക്കെ പാടുമ്പം വൈകിട്ട് ഭവന പ്രാർത്ഥന നടക്കുമ്പോൾ സന്തോഷത്തോടെ വേണം ചെയ്യാൻ. അന്നേരം ഈ ദൂതന്മാരിങ്ങോട്ട് നോക്കും, ഇവരെന്താ ഇത്ര സന്തോഷമുണ്ട്. അപ്പം സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്ത അവകാശത്തിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നവരാണ് അവർ. ആ ഭാവിയെ ഓർത്ത് പുഞ്ചിരി തൂങ്ങുന്നവരാണെന്ന് സ്വർഗീയ ദൂതന്മാരും കുഞ്ഞു. മനസ്സിലായി? അല്ലാതെ ഉറങ്ങിയും തൂങ്ങിയിരുന്നെന്നും പാടുന്നത് അത്താഴം കിട്ടാൻ വേണ്ടിയിട്ട് സന്ധ്യാപ്രാർത്ഥന നടത്തരുത്, ഇല്ലേ? ഞങ്ങളുടെ വീട്ടിൽ ചിട്ടിയായിരുന്നു കേട്ടോ. 8 മണിക്ക് കൃത്യമായിട്ട് സന്ധ്യാപ്രാർത്ഥന നടത്തിക്കോണം. അത് കഴിഞ്ഞിട്ട് അത്താഴമുള്ളൂ. മനസ്സിലായി? അപ്പം ദൂതന്മാരും നമ്മുടെ രക്ഷയിലേക്ക് കുഞ്ഞു നോക്കുന്നു എന്നുള്ളതാണ്. 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ആത്മരക്ഷയോടുള്ള നമ്മുടെ പ്രതികരണം എന്തായിരിക്കണം എന്ന് രേഖപ്പെടുത്തിയിരുന്നു. 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് ഉന്നതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളു. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനെ ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുക.
അപ്പോഴ് ഈ വായിച്ച വേദഭാഗം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു എന്ന് ഞാൻ കരുതുന്നു. അവിടെ 4 കാര്യങ്ങൾ എടുത്തു പറയാനായിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 1, നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായിരിക്കണം. എന്ന് പറഞ്ഞാൽ പ്രതികൂലമൊക്കെ വരുമ്പോൾ ചഞ്ചലിക്കുന്ന ഒരു മനസ്സാകരുത്. പിന്നെ നിർമ്മതരായിരിക്കണം. നിഗളം ഒട്ടും പാടില്ല. നിർമ്മതരായിരിക്കണം എന്ന് പറഞ്ഞാൽ അഹങ്കാരമില്ലാത്തവരായിട്ട് ജീവിക്കണം. വിശ്വാസികൾ താഴ്മയും വിനയവും ഉള്ളവരായിട്ട്, യേശു എന്നെ തിരഞ്ഞെടുത്തു, ദൈവം എന്റെ പിതാവ് എന്നെ തിരഞ്ഞെടുത്തു, പുത്രൻ എനിക്ക് വേണ്ടി ജീവനെ ബലിയർപ്പിച്ചു, ദൈവത്തിന്റെ ആത്മാവിനെ എനിക്ക് ആ സത്യത്തിലേക്ക് എന്നെ നയിച്ചു, എന്നെ ദൈവമകനാക്കി തീർത്തു. ഞാൻ എത്രയും വിനയമുള്ളവനായിട്ട് ഇരിക്കണം. അതോടൊപ്പം തന്നെ മനസ്സ് ഉറപ്പിക്കണം, നിർമ്മതനായിട്ട് ഇരിക്കണം. പിന്നെ കൃപയിൽ പൂർണ്ണ പ്രത്യാശ വയ്ക്കണം. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ കൃപ ദൈവത്തിന്റെ കൃപയാണ്. ഇതിന് കാരണം ഇതിൽ നമ്മൾ പൂർണ്ണമായി പ്രത്യാശ വയ്ക്കണം. അടുത്തത് വിശുദ്ധ ജീവിതം നയിക്കണം. ഒരു വിശുദ്ധ ജീവിതം നയിക്കണം. നമ്മുടെ ജീവിതം ഭയത്തോടെ കഴിക്കണം. നമ്മുടെ ജീവിതം ഭയത്തോടെ കഴിക്കണം. അങ്ങനെയുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുവാനായിട്ടാണ് പത്രോസ് ഈ ലേഖനം. ഇന്ന് പ്രതിസന്ധി കൊണ്ട് നാട് വിട്ട് വീട് വിട്ട് ചിതറി പാർക്കുകയാണ്. അവർക്ക് ഈ കാര്യങ്ങളൊക്കെ അവരെ ഓർമ്മപ്പെടുത്തി, ധൈര്യപ്പെടുത്തി, വിനയമുള്ളവരാക്കി തീർത്തു, ഭക്തരാക്കി തീർക്കുന്നു. അതാണ് പത്രോസ് ഇവിടെ ചെയ്യുന്നത്. പത്രോസ് ആകെപ്പെട്ട് 2-3 പേജ് എഴുതിയിട്ടുണ്ടെങ്കിലും നമ്മൾ പെട്ടെന്ന് വായിച്ചു പോയാലും നമ്മൾ അപഗ്രഥിച്ച് ഇരുന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രത്യാശ വർദ്ധിക്കും. നമ്മുടെ രക്ഷയിൽ നമ്മൾ കാണിക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ വിനയമുള്ളവരായും നന്ദിയുള്ളവരായും ജീവിപ്പാൻ ദൈവം സഹായിക്കും. ഒരു ശകലം ബ്രേക്ക്, ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് പറഞ്ഞു തരാം.